മലയാളികൾക്ക് കിച്ചുവിനെ വളരെ നന്നായി അറിയാം. രാഹുൽ, സുധി എല്ലാവർക്കും വളരെയധികം അറിയുന്ന താരപുത്രനാണ് അവൻ. ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട്. ഇപ്പോഴിതാ തൻ്റെ രീതിയിൽ കുറേയധികം നാളുകൾ ആഗ്രഹിച്ച് എടുത്ത തീരുമാനമാണ് എല്ലാവരെയും അറിയിക്കുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ വേണമെന്ന് തന്നെയാണ് കിച്ചു പറയുന്നത്. അതിന് കാരണങ്ങളുമുണ്ട്. കിച്ചു പറയുന്നത് പോലെ തന്നെ അവൻ്റേതായ ആഗ്രഹമായിരുന്നു അത്. അവന് കൊല്ലത്ത് നിന്ന് പഠിക്കണമെന്നതും അവൻ്റെ ആഗ്രഹമായിരുന്നു. അവന് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്നുള്ളതും അവൻ്റെ ആഗ്രഹമായിരുന്നു. അതെല്ലാം പഠിക്കാനായി തന്നെയാണ് അവൻ കൊല്ലത്ത് പോയത്. അവൻ്റെ പഠന കാര്യങ്ങളെല്ലാം തന്നെ അത് നടക്കുകയും ചെയ്തു. അതിനിടയിൽ വന്ന ഒരു മോഹമാണ് ബിസിനസ് മോഹം. അതും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെ. ലൂപ്സി ബൈ കിച്ചു എന്ന രീതിയിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്. ടീഷർട്ടും എല്ലാത്തരം ക്ലോത്തിങ് ബ്രാൻഡിങ്ങും അതിൽ ലഭ്യമാകും. ആദ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക. പോകെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം എത്തിക്കാൻ ഞാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പുത്തൻ വീഡിയോയിലൂടെ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതിയും പിടിച്ചു പറ്റുന്നത് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സ്നേഹമാണ് പറയാനുള്ളതെന്ന് കൂടി പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകം രീതിയിലാണ് സ്നേഹം ലഭിക്കുന്നത്. കിച്ചുവിന് അത് വളരെയധികമുണ്ട്. കാരണം ആരുടെയും സഹായമില്ലാതെ വളർന്ന കുട്ടിയാണ്. അച്ഛൻ ഒറ്റയ്ക്ക് തോളിലേർത്തി വളർത്തിയ കുട്ടിയാണ്. രേണു അവൻ വളർന്നതിന് ശേഷമാണ് അവൻ്റെ ജീവിതത്തിൽ എത്തിയത് പോലും. അതുവരെ അവൻ്റെ അച്ഛൻ തോളിലേറ്റിയും അങ്ങനെ സ്റ്റേജിൻ്റെ അടിയിൽ തൊട്ടിലാട്ടിയുമൊക്കെയാണ് കിച്ചുവിനെ വളർത്തിയത്. അതറിയുന്നത് കൊണ്ട് തന്നെ അച്ഛനെ അവന് ജീവനാണ്. അച്ഛനെപ്പറ്റി ആരെങ്കിലും എന്ത് പറഞ്ഞാലും അത് കിച്ചുവിന് സഹിക്കാനാകില്ല. കിച്ചു അത് കേട്ടുകൊണ്ട് നിൽക്കുകയുമില്ല. കിച്ചുവിന് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് അവൻ്റെ അച്ഛൻ. അത്രമേൽ ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയാണ് അവൻ്റെ അച്ഛൻ. എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞേ മതിയാകും. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അത് അറിയുകയും ചെയ്യാം. ആരാധകർക്ക് വളരെയധികം സ്നേഹം പുലർത്തുന്നൊരു വാർത്തയായി കൂടി ഇത് മാറുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി ഇത് വളരെ പെട്ടെന്ന് മാറുന്നുണ്ട്. ലൂപ്സിക്ക് എല്ലാവിധ ആശംസകളും. നല്ല പേരാണ്, ജെൻസി പേരാണ് ഇത്തവണ തയ്യാറാക്കിയത്. കൂട്ടുകാരന്മാരാണ് എപ്പോഴും കിച്ചുവിന് കൂടെ നിൽക്കുന്നത്. എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് കിച്ചുവിനെ നല്ല രീതിയിൽ എത്തിക്കാൻ ഈ കൂട്ടുകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് കിച്ചു പറയുന്നു. ആദ്യമൊക്കെ തൻ്റെ വിഷമം മോശം രീതിയിലേക്ക് താൻ പോവുകയും താൻ ഒരുപാട് ദുരുപയോഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഒരിക്കൽ കിച്ചു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പഴയ ജീവിതത്തിലേക്ക് എത്തിച്ചതും തൻ്റെ കൂട്ടുകാരന്മാരാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ താൻ നേരിട്ടിട്ടുണ്ടെന്ന് ഈ ഇടയ്ക്ക് പങ്കുവച്ചൊരു വീഡിയോയിലൂടെയും കിച്ചു പറഞ്ഞിരുന്നു. അതിലൂടെ തന്നെ പ്രേക്ഷകർക്കും അതേ കാര്യം നന്നായി അറിയാവുന്നതാണ്. എന്നാൽ ഇനിയൊരു പ്രശ്നവുമില്ല. സ്വന്തമായി ഒരു തൊഴിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനാകും. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കിച്ചുവിനോട് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.